പീഠവിവാദം വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷിക്കും. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. പീഠം കൊണ്ടുപോയത് ആരാണ്, എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം, ദുരൂഹമായ ഏർപ്പാടുകളുണ്ടോ, ഇവയെല്ലാം പരിശോധിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയോട് ജില്ലാ ജഡ്ജി ഇക്കാര്യം അന്വേഷിക്കുമെന്നാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഇന്നിപ്പോൾ കോടതി ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുസ്തഫ വിവരങ്ങളുമായി. മുസ്തഫ, എന്താണ് കോടതിയുടെ തീരുമാനം? ഹൈക്കോടതി ശബരിമല ചീഫ് വിജിലൻസ് ഓഫീസർ വളരെ വിശദമായി തന്നെ കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആ അന്വേഷണത്തിൽ മറ്റൊരു ദ്വാരപാലക സെറ്റുകളുടെ സെറ്റ് കൂടി കാണാനില്ല എന്ന് ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. ആ അറിയിപ്പ് കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത് കുറെ കൂടി ഗുരുതരമായ സ്വഭാവത്തിലേക്ക്, വളരെ സമഗ്രമായ രൂപത്തിലേക്ക്, അത് മാത്രമല്ല ഈ സ്ട്രോങ് റൂമിലാണ് നേരത്തെ പറഞ്ഞ ഈ മറ്റു ഒരു സ്വർണ്ണപാളി കൂടി സൂക്ഷിച്ചിട്ടുള്ളത്, അതുകൂടി കാണാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ ശബരിമല അയ്യപ്പന് വേണ്ടി കാണിക്കയായി കൊണ്ടുവരുന്ന വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിൽ പോലും ഇതില്ല എന്ന് പറയുമ്പോൾ കോടതി കുറെ കൂടി ഗൗരവത്തിൽ ഈ വിഷയം കാണുകയാണ്. എന്തായാലും വിരമിച്ച ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ സ്ട്രോങ് റൂമിലെ എല്ലാ വെല്ലുവിളിപ്പുള്ള വസ്തുക്കളും അതിന്റെ കണക്കെടുക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ സമഗ്രമായി തന്നെ പരിശോധിക്കണം. അതിന്റെ മറ്റു ആംഗിളുകൾ മാത്രമല്ല, ഈ സ്ട്രോങ് റൂം ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ അതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇതിന്റെ സ്വർണവും അതോടൊപ്പം തന്നെ മറ്റു കാണിക്കയായി ലഭിച്ച വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളൊക്കെ കൂടി നടത്തണം. മാത്രമല്ല, ഒരു കാര്യം കോടതിക്ക് വ്യക്തമായിട്ടുള്ളത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സന്നിധാനത്തുള്ള ഈ രജിസ്റ്ററുടെ ഈ വിലപ്പെട്ട വസ്തുക്കൾ കാണിക്കായി ലഭിക്കുന്ന വിവരങ്ങൾ അതൊക്കെ കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്ന ആ രജിസ്റ്ററിൽ ചില പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടി വളരെ വിശദമായി തന്നെ പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ജില്ലാ ജഡ്ജി നിലവിൽ ഈ ശബരിമല ചീഫ് വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വളരെ വിശദമായ ഒരു പരിശോധന തുടരുന്നുണ്ട്. ആ അന്വേഷണം അവിടെ അതങ്ങനെ നടക്കണം, ഒരു വർഷത്തിൽ നടക്കണം. ഒപ്പം തന്നെ ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, പരിശോധന, പ്രത്യേകിച്ച് ഈ സ്ട്രോങ് റൂമിൽ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത കോടതി വളരെ ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആംഗിളിൽ കൂടി പരിശോധന നടത്താനാണ് ഇപ്പോൾ അത്തരത്തിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള വിലപ്പെട്ട ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, മറ്റു വിലപ്പെട്ട വസ്തുക്കൾ ഇതുൾപ്പെടെ വളരെ വിശദമായി തന്നെ ഈ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി തന്നെ ഭരണ സംവിധാനത്തിന്റെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള ഇത് സൂക്ഷിച്ച രേഖകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ആ വിഷയത്തിൽ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. ഒപ്പം തന്നെ സ്ട്രോങ് റൂമും ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ, വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം കുറെ കൂടി ഗൗരവമായി കാണുകയാണ്. നിലവിൽ നടത്തുന്ന പരിശോധന, ആ പരിശോധനയുടെ കാര്യം അതങ്ങനെ തുടരണം. മൂന്നാഴ്ചക്കകമാണ് അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ടത്. എന്തായാലും 15-ാം തീയതി ഒക്ടോബർ 15-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്നും ദേവസ്വം ഓഫീസറും അതോടൊപ്പം തന്നെ ചീഫ് വിജിലൻസ് ഓഫീസറും ഒക്കെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ കോടതിയിൽ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണത്തിന്റെ വളരെ സൂക്ഷ്മമായ വശങ്ങൾ കൂടി കേട്ടതിന് ശേഷമായിരിക്കും കോടതി, പ്രത്യേകിച്ച് ഇന്ന് ചീഫ് വിജിലൻസ് ഓഫീസറോട് കോടതി പറയുന്നുണ്ട്, ഒരു തരത്തിലും ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഏതെങ്കിലും തരം ബോർഡ് അംഗങ്ങളോട് ഉൾപ്പെടെ പങ്കുവെക്കരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയാണ്. അത്രയും രഹസ്യ സ്വഭാവത്തിൽ തന്നെ ഈ അന്വേഷണം, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടി കോടതി പ്രത്യേകമായി തന്നെ ആ ഉത്തരവിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ഗൗരവത്തിൽ തന്നെ അന്വേഷണത്തെ കാണുകയാണ് കോടതി. നിഷാദ്, ഇന്നിപ്പോ സർക്കാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് അറിയിച്ചോ അവിടെ, അല്ലെങ്കിൽ അവരുടെ കമന്റ് അറിയിച്ചോ ഇന്ന് കോടതിയിൽ? നിലവിൽ മെയിൻ്റനൻസിന് കൊണ്ടുപോയ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപാളി തിരികെ എത്തിച്ചു എന്നുള്ളൊരു കാര്യം ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രധാനമായും കോടതി പരിശോധിച്ച വിഷയം ചീഫ് വിജിലൻസ് ഓഫീസർ പ്രാഥമികമായി നടത്തിയ ഒരു അന്വേഷണത്തിന്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ വളരെ വിശദമായ ഒരു പരിശോധനയിൽ മഹസറും രജിസ്റ്ററും ഒക്കെ കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ചിരുന്നു. അതിൽ നിന്നാണ് കോടതിക്ക് ഒരു കാര്യം വ്യക്തമായത്, ഇത് നേരത്തെ തന്നെ ഇപ്പോൾ കൊണ്ടുപോയ സ്വർണ്ണപാളികൾക്ക് പകരം മറ്റൊരു ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ സ്വർണ്ണപാളികളും സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നൊരു വിവരം കോടതിക്ക് ലഭിച്ചിരുന്നു. ആ രേഖകളുടെ പരിശോധനയിൽ
സ്വാഭാവികമായും അത് ഉൾപ്പെടെ സ്ട്രോങ് റൂമിലുണ്ട് എന്ന് മനസ്സിലാക്കിയ കോടതി അതിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി പരിശോധിക്കാൻ ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞത്. കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് പരിശോധിച്ചു, അതവിടെ കാണാനില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അത് മിസ്സിംഗ് ആണെന്നൊരു സ്വഭാവത്തിലാണ്, ഒരു സംശയം അല്ലെങ്കിൽ വേറെ മിസ്പ്ലേസ് ചെയ്തോ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അതിന്റെ ഒരു മൂവ്മെന്റ് ഒന്നും കാണുന്നില്ല എന്നൊരു കാര്യം കോടതി അറിയിച്ചത്. സ്വാഭാവികമായും ആ ഒരു ആംഗിൾ കൂടി കണ്ടുകൊണ്ടാണ് സ്ട്രോങ് റൂം ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാര്യം അവിടെയാണ് ഈ ഡയറ്റിക്കുള്ള അയ്യപ്പനുള്ള ശബരിമലയിലെ അയ്യപ്പനുള്ള കാണിക്ക ഉൾപ്പെടെ വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ശബരിമലയിലേക്ക് ഓഫർ ചെയ്യുന്ന ഭക്തന്മാരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വിലപ്പെട്ട വസ്തുക്കളുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, വിലപ്പെട്ട വസ്തുക്കൾ ശബരിമലയിലേക്ക് ഭക്തരിങ്ങനെ സമർപ്പണമായി നൽകുന്ന കാണിക്കകൾ ഉൾപ്പെടെ സൂക്ഷിച്ച സ്ട്രോങ് റൂം, ആ സ്ട്രോങ് റൂമിൽ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ രേഖകളിൽ ഉണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ മറ്റൊരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ ലോഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കോടതി അത് പരിശോധിക്കാൻ ഉത്തരവിടുകയും അത് പക്ഷേ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഇന്ന് ശബരിമല ചീഫ് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി ഗൗരവമായി സ്ട്രോങ് റൂം ഉൾപ്പെടെ ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ പരിശോധന കൂടി അതിന്റെ സമാന്തരമായി തന്നെ നേരത്തെ കോടതി നിർദ്ദേശിച്ചത് ഒരു ചീഫ് വിജിലൻസ് ഓഫീസറുടെ എല്ലാ ആംഗിളും, ഈ സ്പോൺസറുടെ ആംഗിൾ കൂടി പരിശോധിച്ച് എല്ലാ ആംഗിൾ കൂടി കണക്കിലെടുത്തൊരു വിശദമായ പരിശോധന നടത്താനാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കുറെ കൂടി കാര്യങ്ങൾ ഗൗരവമായി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ കൂടെ നേതൃത്വത്തിൽ കൂടി ഇത് അന്വേഷിക്കണമെന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നത്. മാത്രമല്ല ഈ രേഖകൾ കൂടി സമഗ്രമായി പരിശോധിക്കണം, അതിൽ പല പിഴവുകളുമുണ്ട് എന്ന് കോടതി ആവർത്തിച്ച് കഴിഞ്ഞ ഉത്തരവിലും അതുണ്ടായിരുന്നു, ഇന്നും അത് കോടതി ഊന്നി പറയുന്നുണ്ട്. ഈ എന്തൊക്കെ സാധനങ്ങൾ ഓഫറിങ്സ് ലഭിച്ചു, ആ സംഭവം അത് കൃത്യമായി തന്നെ രജിസ്റ്ററിൽ കൃത്യമായി അടയാളപ്പെടുത്താത്തതിലുള്ള ഒരു പാകപ്പിഴവുണ്ട്. സ്വാഭാവികമായും മഹസറും മറ്റു രേഖകളും ഒക്കെ കോടതി വിളിച്ചു വരിച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ചിലത് കാണാനുണ്ട്, ചിലത് കൃത്യമായി തന്നെ അതിന്റെ മൂവ്മെന്റ്സ് രേഖപ്പെടുത്തുന്നതിൽ കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കോടതി ആവർത്തിച്ച് ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്നത്തെ ഓർഡറിൽ പ്രത്യേകമായി ദേവസ്വം ഓഫീസർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇത് കുറെ കൂടി ഗൗരവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അന്വേഷണമാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ചീഫ് വിജിലൻസ് ഓഫീസറിനോട് ബോർഡ് അംഗങ്ങൾ പോലും അറിയാതെ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കോടതി ആവർത്തിച്ച് പറയുന്നത്. അല്ലെങ്കിൽ അത് ആ ഉത്തരവിൽ പ്രത്യേകമായും തന്നെ കോടതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമലയിൽ ഓഫറിങ്സ് ആയി ലഭിച്ച മുഴുവൻ കണക്കെടുപ്പുകൾ ഈ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുക, ഒപ്പം തന്നെ രേഖകൾ സംബന്ധിച്ച് ഇത് ഒത്തുനോക്കുക. അതോടൊപ്പം തന്നെ മറ്റു സന്നിധാനത്തുള്ള ശബരിമല സന്നിധാനത്ത് തന്നെയുള്ള ഈ കോവിലുകളിലൊക്കെ ഉൾപ്പെടെയുള്ള അവിടെ അതിന്റെ ഈ ബീം, അതോടൊപ്പം തന്നെ റൂഫിങ്സ്, അവിടെയൊക്കെ സ്വർണം പതിപ്പിച്ച പല പാളികളുണ്ട്. അതുൾപ്പെടെ വളരെ വിശദമായി സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ ഒരു സമഗ്രമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ, ആ ആംഗിളിലേക്കാണ് ഇപ്പോൾ ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ കൂടി പരിശോധനയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. നേരത്തെയുള്ള പരിശോധന തുടരും, അതിന് സമാന്തരമായാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. നിഷാദ്.